ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. നമുക്കത് ഉണ്ടാക്കിയാലോ? അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു. അടുത്തത് കടുകിടാം. ഒരു 4 സ്പൂൺ കടുകിട്ടുണ്ട്. വറ്റൽമുളക് ഒരു 10 എണ്ണം. 10 എണ്ണം. അപ്പൊ നമ്മള് വേപ്പിന്റെ ഇട്ടു. ഇനി നമ്മൾക്ക് ഇതിൽ ചേർത്തതാണ് ഒരു നാളികേരം അരച്ചിട്ടുണ്ട്. കുരുമുളക് 1.5 സ്പൂൺ, കുരുമുളക് 1.5 സ്പൂൺ, കടുക് 1.5 സ്പൂൺ ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. 2 സ്പൂൺ ഉലുവ, 2 സ്പൂൺ ഉലുവ. ഇനി അരച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അരച്ചത് ഒഴിക്കുക. തൈര് ഇതിൽ ചേർക്കണം. 2 ഗ്ലാസ് തൈര്. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 2 കഷ്ണം വെള്ളം. ഇനി അതും ആ ശർക്കര ഉരുക്കുന്ന വരാൻ കേട്ടോ. അപ്പൊ നമ്മളേ ഒരു 30 മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങ ചേർക്കട്ടെ. 30 എണ്ണം. 30 എണ്ണം നമ്മള് ചേർത്തു. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടണം. മാങ്ങ എന്ന് പറഞ്ഞത് വേവണം. അതില് ഒരു 10 മിനിറ്റ് ഒഴിക്കട്ടെ. അപ്പൊ നമ്മളേ തൈര് പുളി ഇത്തിരി പോരാന്ന് തോന്നി. അപ്പൊ വീണ്ടും തൈര് കുറച്ചുകൂടി ചേർക്കണം കേട്ടോ. ഇത് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് 2 തിളയോടെ തിളച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് പോരായെന്നുള്ളത്. ഉപ്പിട്ടിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 25 ഗ്രാം ഇഞ്ചി അരച്ച് ചേർത്തിട്ടുണ്ട് ഇതിന്. ഇനി ഉപ്പ് വേണം നോക്കിയിട്ട് എടുക്കാം. നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം ചേർക്കാം. അപ്പോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒക്കെ റെഡി ആയിട്ട് നമ്മളിത് ഓഫ് ചെയ്യണം. നമുക്ക് ഇറക്കാൻ സാധനം. ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഇതിന്റെ മുകളിൽ അല്പം ഒഴിക്കാം. അപ്പൊ നമ്മുടെ പരിപാടി തീർന്നു. അപ്പോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി. ഇതിലെന്ന് വെച്ചാൽ ഒരു വ്യത്യാസം വെച്ചാൽ നമ്മൾ നെയ്യ് എടുക്കാൻ മറന്നുപോകല്. അത് നമുക്ക് ആവശ്യക്കാർക്ക് ചേർക്കാം. ടേസ്റ്റില് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒരു 3 സ്പൂൺ നെയ്യ് ചേർത്താൽ രുചി ഇരട്ടിയാവും. വെളിച്ചെണ്ണ ചേർക്കണമെന്നില്ല, നെയ്യാണ് വേണ്ടത് ശരിക്കും. അപ്പം നമ്മൾ നെയ്യ് എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാല് വീണ്ടും നല്ല രുചികളുമായി വീണ്ടും കാണാം.